Hello everybody, hola a todos, welcome back to Spanish with Lali. Time is precious, so let's get started today's class. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്രൊനൗൺസ് അഥവാ പേഴ്സണൽ പ്രൊനൗൺസ്. ഞാനിവിടെ 6 പേഴ്സണൽ പ്രൊനൗൺസ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഫസ്റ്റ് നമ്പർ 1 യോ, ഐ. യോ എന്നും പറയും, ജോ എന്നും പറയും. അതുകൊണ്ട് അതൊന്നും മനസ്സിൽ കീപ്പ് ചെയ്യാം. ജോ ഓർ യോ. ഐ. തു, യു. യു ഇൻഫോർമൽ. തു യുടെ മുകളിൽ ചെറിയ ആക്സന്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തു എന്ന് പറയും. അപ്പോൾ ഐ ആൻഡ് യു എങ്ങനെ പറയും? ഐ ജോ. അപ്പം നമ്മൾ ജോ, ഈ ജോ, ഈ തു. ജോ ഐ ആൻഡ്. ഈ സ്പാനിഷിൽ ഈ ജസ്റ്റ് വൈ ഇട്ടാതെ ഈ എന്നാണ് പറയണത്, അത് ആൻഡ് ആണ്. അപ്പോൾ ഐ ആൻഡ് യു, യോ ഈ തു. ഇനി ഇവിടെ ഞാൻ മൂന്നാമത്തെ കാറ്റഗറിയിൽ 3 സബ്ജക്റ്റ് പ്രോണാണ് കൊടുത്തിരിക്കുന്നത്. എൽ, എയ, ഉസ്തേഡ്. എൽ ഈയുടെ മുകളിൽ ചെറിയ ടിൽഡയാണ്, അപ്പോൾ എൽ എന്ന് പറയണം. എയ അല്ലെങ്കിൽ ഏജ എന്ന് പറയാം. ഡബിൾ എൽ ഇവിടെ ഉണ്ട്, അതിന് എയ ഓർ ഏജ. ഉസ്തേഡ് യു ഫോർമൽ. എൽ ഹി ആണ്, എയ ഷീ, ഉസ്തേഡ് യു ഫോർമൽ. ഇവർ 3 പേരെയും കൂടെ ഒരു ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നതിന്റെ കാരണം ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാരണം ഇവർ 3 പേരും കൂടെ ഷെയർ ചെയ്താണ് ഈ വെർബിനെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ്, ഷീ ഈസ്, യു ആർ. അപ്പം 3 പേരും സ്പാനിഷിലെ യെസ് 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 ഇതാണ് അവർ പറയുന്നത്. ലൈക്ക് എൽ യെസ്, ഹി ഈസ് എന്തെങ്കിലും പറയാം, എയ എസ്, ഉസ്തേഡ് യെസ്, യു ആർ ഇൻഫോർമൽ. അപ്പം 3 പേർ കൂടെ യെസ് യെസ് യെസ്. അതുകൊണ്ടാണ് ഇവർ 3 പേര് ഒരു ഗ്രൂപ്പിനകത്തേക്ക് പെടുത്തിയിരിക്കുന്നത്. അടുത്തത് നോസോത്രോസ്, നോസോത്രാസ്. വി. നോസോത്രോസ് എന്ന് പറഞ്ഞാൽ വി ഓൾ മെയിൽ ആണെങ്കിൽ നോസോത്രോസ്, വി ഓൾ ഫീമെയിൽ ആണെങ്കിൽ നോസോത്രാസ്. അടുത്ത 5ാമത്തത് ഫീമെയിലും മെയിലും കൂടി ഒരു വി ആണെങ്കിൽ നമ്മൾ നോസോത്രോസ് ആണ് യൂസ് ചെയ്യുന്നത്. 5th വോസോത്രോസ്, വോസോത്രാസ്. ജസ്റ്റ് ലൈക്ക് നമ്മളിവിടെ പറഞ്ഞ മാതിരി മെയിൽ യു ഓൾ ഇൻഫോർമൽ. അത് എല്ലാ യു ഓൾ ഇൻഫോർമൽ മെയിൽ ആണെങ്കിൽ വോസോത്രോസ്, യു ഓൾ ഇൻഫോർമൽ ഫീമെയിൽ ആണ് വോസോത്രാസ്, മിക്സ്ഡ് ആണെങ്കിൽ വോസോത്രോസ്. ബട്ട് ഈ വോസോത്രോസ്, വോസോത്രാസ് എന്ന സബ്ജക്റ്റ് പ്രോനൗൺ സ്പെയിനിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാനതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി 6ാമത്തത് എയോസ്, എയാസ്, ദേ. അത് മെയിൽ ദേ ആണെങ്കിൽ എയോസ്, ഫീമെയിൽ ആണെങ്കിൽ എയാസ്, മിക്സഡ് ആണെങ്കിൽ എയോസ്. ഉസ്തേദസ്, യു ഓൾ. ഫോർമലി യൂസ് ചെയ്യാം, ഇൻഫോർമലി യൂസ് ചെയ്യാം, യു ഓൾ. അപ്പോൾ ഈ കാറ്റഗറി മുഴുവനും പ്ലൂറൽ സബ്ജക്റ്റ് പ്രോനൗൺ ആണ്. നോസോത്രോസ്, വോസോത്രോസ്, എയോസ്, എയാസ്, ഉസ്തേദസ്. ഈ കാറ്റഗറിയിലെ സിംഗുലർ പേഴ്സണൽ പ്രോനൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്രോനൗൺ ആണ്. യോ, ഐ, തു, യു ഇൻഫോർമൽ, എൽ, ഹി, എയ, ഷീ, ഉസ്തേഡ്, യു ഫോർമൽ. ഇനി സ്പാനിഷിൽ ഇംഗ്ലീഷ് നമ്മളൊരു വ്യത്യാസം. ഇവിടെ സ്പാനിഷിൽ സബ്ജക്റ്റ് നമുക്ക് ആരാണെന്ന് നമുക്ക് വെർബ് നോക്കി പറയാം. അവിടെ സബ്ജക്റ്റ് ഹൈഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമുക്ക് പറയാതെ നമുക്ക് പറയാം. ഇംഗ്ലീഷ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്രോനൗൺ എപ്പോഴും നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ ആം ലാലി. നമ്മൾ ഇംഗ്ലീഷിൽ ഐ ആം കാണത്തില്ല. ഓക്കെ, ഇംഗ്ലീഷ് നിങ്ങൾ ഐ ആം ലാലി, റൈറ്റ്? അപ്പൊ നമുക്കവിടെ ഐ സബ്ജക്റ്റ് പ്രോനൗൺ യൂസ് ചെയ്തേ പറ്റുള്ളൂ. സ്പാനിഷിൽ ഐക്ക് നമ്മൾ ജോ പറഞ്ഞ ജോ ആം സോയ് ലാലി. ഇവിടെ നമ്മൾ ജോ സോയ് ലാലി കറക്റ്റ് ആണ്. ഇനി ജോ ഇല്ല സോയ് ലാലി എന്ന് പറഞ്ഞാലും സെൻസ് മേക്ക് ചെയ്യും. ഐ ആം ലാലി, ഐ ആണ്, അവിടെ ജോ ഉണ്ടെന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു ഡിഫറൻസ് സ്പാനിഷിലും ഇംഗ്ലീഷിലും ഉണ്ട്. അത് ജസ്റ്റ് കീപ്പ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സിംഗുലർ സബ്ജക്റ്റ് പ്രോനൗൺ പഠിച്ചു, പ്ലൂറൽ സബ്ജക്റ്റ് പ്രോനൗൺ പഠിച്ചു. അതാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് പഠിച്ചത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഹasta luego, have a nice day, you take care, bye, adios.